ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കുമൊക്കെ മലയാള മനോരമയും മാതൃഭൂമിയും നൽകിയ സഹായമൊക്കെ എന്ത്? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മുഖ്യധാരാ മാധ്യമങ്ങൾ കൽപ്പിച്ചു നൽകുന്ന പ്രിവിലേജ് നോക്കിയാൽ മുൻഗാമികളായ കോൺഗ്രസ് നേതാക്കളൊക്കെ എത്രയോ പിന്നിൽ. മാധ്യമങ്ങൾ ഈ പ്രതിപക്ഷ നേതാവിന് നൽകുന്ന സംരക്ഷണവും അവരുടെ PR പണിയും വെച്ച് നോക്കുമ്പോൾ സതീശൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും. ഇന്നലെ നിയമസഭയിൽ എന്തായിരുന്നു പ്രകടനം? ഭരണപക്ഷത്തെ വെല്ലുവിളിക്കുന്നു. എന്ത് തെമ്മാടിത്തമാണ് ഇവിടെ നടക്കുന്നതെന്ന് ആക്രോശിക്കുന്നു. കണ്ഠക്ഷോഭത്തിനൊടുവിൽ കയ്യിലുള്ള കടലാസ് കെട്ടെടുത്ത് ഡെസ്കിലേക്ക് എറിയുന്നു. വീണ കടലാസ് കുനിഞ്ഞ് തപ്പിയെടുക്കുന്നു. ബഹളമുണ്ടാക്കാൻ UDF അംഗങ്ങളോട് കൈയിളക്കി ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ആകെ ബഹളമയം. നമ്മുടേതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ് അഥവാ പരിഷ്കൃത സമൂഹമാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു കലിപ്പ് കാട്ടിയത് എന്നാണ് അതിലും വലിയ കോമഡി. സഭയോടും സഭാനാഥനായ സ്പീക്കറോടും ഒരു ബഹുമാനവും ആദരവും കാണിക്കാതെയാണ് ചെയറിലേക്ക് കൈ ചൂണ്ടിയുള്ള ആക്രോശം. എന്നിട്ടും ഈ കലിപ്പിന് ധാർഷ്ട്യമെന്ന് വിശേഷിപ്പിച്ച് ഒരു വരി പത്രങ്ങളിൽ എവിടെ? പിണറായിയോ മറ്റോ ആകണമായിരുന്നു. ഒന്നാം പേജിൽ മുഖ്യവാർത്ത, കടലാസ് കെട്ട് എറിയുന്നതിൻ്റെയും അത് വീഴുന്നതിൻ്റെയും രേഖാചിത്രങ്ങൾ, ചാനലുകളിൽ ബ്രേക്കിംഗ്, ജയശങ്കർ ഉമേഷ് ബാബു ചെക്കുട്ടി ത്രയങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭജന സംഘത്തിൻ്റെ വായ്പാട്ട്. അങ്ങനെ ഒരാഴ്ച അത് തുടരുമായിരുന്നു. ഇതിനെക്കുറിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ സതീശനെ ലാളിക്കുന്നത് കാണുമ്പോൾ മാധ്യമങ്ങളോട് പുച്ഛം തോന്നാത്തവർ ആരുണ്ട്? ഈ കാർഡുകളൊന്ന് നോക്കൂ. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ സതീശൻ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെക്കുറിച്ച് 24 ന്യൂസിലും മീഡിയ വണ്ണിലും ഒരച്ചിൽ വാർത്ത, 2 വാർത്തകൾ. സതീശൻ്റെ പ്ലാനിങ്ങിന് പിന്തുണയേറുന്നു എന്ന് 2 ചാനലിൻ്റെയും യുഗ്മഗാനം. കനകോലുവിനെ വെട്ടി കണ്ടോൺമെൻറ്റ് ഹൗസിൽ സതീശനും സംഘവും പടച്ചുണ്ടാക്കിയതാണ് ഈ പ്ലാൻ 63. മുമ്പ് വിളിക്കാത്ത ചടങ്ങിനെത്തിയ മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ പറഞ്ഞ പിണറായി വിജയനെ മാധ്യമങ്ങൾ വേട്ടയാടിയത് കേരളം മറന്നിട്ടില്ല. അന്ന് മനോരമ ഒന്നാം പേജ് ഡിസൈൻ ചെയ്തപ്പോൾ എല്ലാ വാർത്തകളിലും കടക്ക് പുറത്ത് എന്ന വാക്ക് മറക്കാതെ ചേർന്നു. ഇന്ന് സതീശൻ്റെ തോന്നിയാസങ്ങളെ അവർ എത്ര സ്നേഹത്തോടെയാണ് ചേർത്ത് പിടിക്കുന്നത്. ഇതേ സതീശൻ എത്ര ധാർഷ്ട്യത്തോടെയാണ് കൽപ്പറ്റയിലെ ഒരു വാർത്താ സമ്മേളനത്തിൽ ദേശാഭിമാനി ലേഖകനോട് തട്ടിക്കയറുകയും ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തത്. അതിനുശേഷം എത്രയോ തവണ ഇത്തരം അനുഭവങ്ങൾ മാധ്യമപ്രവർത്തകർക്കുണ്ടായി. എല്ലാം പഠിച്ചിട്ട് പറയുന്നവൻ എന്ന് മാധ്യമങ്ങൾ ബ്രാൻഡ് ചെയ്ത സതീശൻ്റെ പഠനത്തിൻ്റെ ആഴവും പരപ്പും ഇതിനു മുമ്പ് പറവൂർ മണ്ഡലത്തിലെ വോട്ടറോട് ഫേസ്ബുക്കിലെ സ്വന്തം വെരിഫൈഡ് പേജിൽ നിന്ന് നൽകിയ മറുപടി വായിച്ചവർക്ക് അറിയാം. അശ്ലീലമായതുകൊണ്ട് അതിവിടെ വെളിപ്പെടുത്താൻ നിർവാഹമില്ല. മാരാമൺ കൺവെൻഷനിലെ പ്രഭാഷകരുടെ പട്ടികയിൽ നിന്ന് സതീശനെ വെട്ടിയത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ചാനൽ ലേഖകൻ വികാരാധീനനാകുന്നുണ്ട്. ബൈബിളിനെക്കുറിച്ച് ഇത്രയും ഗഹനമായി പഠിച്ച സതീശനെ ഒഴിവാക്കിയ മാർത്തോമാ മാപ്പിളമാരോട് കർത്താവ് പൊറുക്കില്ലെന്ന ടോണിലാണ് റിപ്പോർട്ടിങ്. സതീശനെ നേരത്തെ ക്ഷണിച്ചിരുന്നോ അതോ ക്ഷണിച്ചെന്ന വാർത്തകൾ PR ഏജൻസിയുടെയും മാധ്യമങ്ങളുടെയും ഹൈപ്പായിരുന്നു എന്നൊന്നും അറിയില്ല. ഏതായാലും PR ഏജൻസികൾ ഇല്ലായിരുന്നുവെങ്കിൽ വട്ടപൂജ്യമാകേണ്ടിയിരുന്ന ഒരു മുതലിനെ പേരേണ്ട ഗതികേടിലാണ് കോൺഗ്രസ്. 2005 മമതാ ബാനർജി ലോക്സഭാംഗമായിരിക്കെ ഒരു കലഹത്തിനൊടുവിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചരൺജിത്ത് അത്വാളിൻ്റെ മുഖത്തേക്ക് കടലാസ് കെട്ടുകൾ വലിച്ചെറിഞ്ഞ ഒരു സംഭവമുണ്ട്. അന്ന് ദ ടെലഗ്രാഫ് എഴുതിയ വാർത്തയുടെ ആദ്യ വരി ഇങ്ങനെയാണ്: മമതാ ബാനർജി ത്രൂ എ ഷീഫ് ഓഫ് പേപ്പേഴ്സ് അറ്റ് ദ സ്പീക്കേഴ്സ് ചെയർ ടുഡേ, ടേക്കിംഗ് ദ സ്ട്രീറ്റ് ലെവൽ പ്രൊട്ടസ്റ്റ് ഇൻ ടു പാർലമെൻറ്റ്. സതീശൻ്റെ പ്രകടനത്തെക്കുറിച്ചും അതുതന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ശീലിച്ച അശ്ലീലവും തെമ്മാടിത്തവും പറവൂരിലെ തെരുവുകളിൽ മതി. അത് ഈ സഭയ്ക്ക് ചേർന്നതല്ല.